മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവതക്കുട്ടിയടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഈ കുടിക്കുന്നത് നല്ലതാണോ, ശരീരത്തിന് നല്ലതാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, അതറിയാലോ, പിന്നെ എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ലാലിച്ചൻ്റെ പണ്ടേ ഉള്ള സ്വഭാവമാണ്, അവൻ പട്ടാളത്തിലല്ലയോ, പിന്നെ അത് മാറ്റാൻ പറ്റിയിട്ടില്ല, അവന് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, കുടിച്ചാൽ കരൾ പോകുമെന്ന് അറിയാവോ? അതൊക്കെ അറിയാം, പക്ഷെ മോളെ അവനാണെങ്കിൽ കൂടിയത് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നത്, ഇവിടെ ഉള്ളതൊന്നും അല്ല, അതിന് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അലീന പറയുന്നുണ്ട്, എന്തായാലും കള്ള് തന്നെയല്ലേ, അത് ശരീരത്തിന് ദോഷമാണെന്നറിയാലോ, പിന്നെന്തിനാ കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവതക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം അലീന വീണ്ടും ചോദിക്കുകയാണ്, ഇത് പ്രായം കൂടുന്തോറും ഇത് ശരീരത്തിന് വലിയ ദൂഷ്യമാണെന്നറിയാലേ, ഇനി എന്തൊക്കെ അസുഖങ്ങളുണ്ടാവുമെന്നറിയാലേ, വല്യപ്പച്ചനൊക്കെ അറിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, എനിക്കതറിയാം, അതുകൊണ്ടല്ലേ ഞാനിപ്പം പ്രായം കൂടിയതുകൊണ്ട് ഞാൻ കള്ളുകൂടി കുറച്ചത് എന്ന് പറയാണ്. വല്യപ്പച്ചൻ മാത്രം കള്ളുകൂടി കുറച്ചിട്ട് കാര്യമില്ല, വല്യപ്പച്ചൻ്റെ മോനും കള്ളുകൂടി കുറയ്ക്കണം. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതെന്താ, വല്യപ്പച്ചൻ പറഞ്ഞ് മോനെ മനസ്സിലാക്കണം, അത് കുഞ്ഞെങ്ങാണോ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതെന്താ അവൻ്റെ കൈ കയറി നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്തെങ്കിലും അസുഖങ്ങൾ വരാമെന്നറിയാമോ, ഇനി എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ആർക്കറിയാം. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അവൻ ഇടയ്ക്കൊക്കെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ട്, അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇത് വലിയ ദൂഷ്യമൊന്നും അല്ല എന്ന് അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും പറയുകയാണ്, ഇതൊക്കെ ആരോട് പറയാൻ, വല്യപ്പച്ചൻ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, പക്ഷെ വല്യപ്പച്ചൻ തന്നെ മോന് കൂട്ടി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാരാ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണമെന്ന് എന്താ ഒരു വാശി, ഞാനാരാ, ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഇവിടെ കുറേ കറുത്ത പട്ടികളുണ്ട്, അതിൻ്റെ കൂടെ ഒരു വെളുത്ത പട്ടി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടിയുടെ ചിരി കാണുമ്പോൾ അലീനയും ചിരിക്കുന്നുണ്ട്. എന്താ വല്യപ്പച്ചൻ ചിരിച്ചതെന്ന് പറയണം, ആ പറഞ്ഞതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്, അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പട്ടികളോടാണ്, പക്ഷെ നിന്നോടും അവന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ ജീവന നീ എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കണം, അതെന്താ? അല്ല, അവൻ കള്ളു കുടിച്ചപ്പം അവൻ്റെ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ച്, അവന് നല്ല വിഷമമുണ്ട്, ഇത്രയും നാൾ മോള് അനാഥയായിട്ട് ജീവിച്ചതിൽ അവന് നല്ല വിഷമമുണ്ട്, ഇനി നിന്നെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കണമെന്ന് അവൻ്റെ മനസ്സിൽ, അവൻ പുറമേ ഇങ്ങനെയൊക്കെ കാണിച്ചാലും അവൻ്റെ ഉള്ളിൽ നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട്, അതെനിക്ക് മനസ്സിലായെന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അത് പറഞ്ഞോ വല്യപ്പച്ചനോട്, എന്താ വല്യപ്പച്ചൻ്റെ മോൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ പറഞ്ഞ്, അവന് നിന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്നും, അതുപോലെ ഇനി നീ ഒരു രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പം അലീന പറയുന്നുണ്ട്, അതിന്നിപ്പം കള്ള് എന്നപ്പോൾ കള്ളിൻ്റെ പുറത്ത് പറയുന്നേ, നാളെ കള്ള് വിട്ട് കഴിയുമ്പോൾ ആ പഴയ സ്റ്റാൻലി ജോസഫ് തന്നെ ആവും, അപ്പച്ചൻ നോക്കിക്കോ. അങ്ങനെ നില്ലടി മോളെ, അവൻ്റെ മനസ്സ് ഞാൻ കണ്ടതാ, അവൻ്റെ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചതാ, നീ ഇത്രയും കാലം ആരുമില്ലാതെ ജീവിച്ചതിൽ അവന് നല്ല സങ്കടമുണ്ട്, നിന്നോട് അടങ്ങാത്ത സ്നേഹവും ഉണ്ട്, പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കിലും അവൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണം. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവൾ ഉറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ അലീനെ സമാധാനത്തിന് ശേഷം അവതക്കുട്ടി അവിടുന്ന് പോവുകയാണ്. അപ്പം അവതക്കുട്ടിയെടുത്ത് സ്റ്റാൻലി അങ്ങനെന്നൊക്കെ പറഞ്ഞെന്നറിഞ്ഞപ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പാട്ടൂരാണെങ്കിൽ വൈജയുടെ പ്ലാനൊന്നും വിജയിക്കുന്നില്ല, അതിൻ്റെ വിഷമത്തിലാണ്. മക്കളും അച്ഛനും എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് വലിയ കഷ്ടത്തിലാവുമെന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. അങ്ങനെ അവർ മക്കളൊക്കെ എന്ത് ചെയ്യുന്ന അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോൾ രോഹിത്തും ഭവിതയും കൂടെ ഭയങ്കര ചേർന്ന് നിന്ന് ഫോണിൽ നോക്കുന്നുണ്ട്. എന്താടാ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്കൊന്നും പഠിക്കാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പഠിക്കാനുണ്ട്. എന്താ പിന്നെ പഠിക്കാൻ എന്തോ എപ്പോഴും ഇരുന്ന് ഫോണിൽ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എപ്പോഴും ഇരുന്ന് നോക്കത്തില്ലമ്മേ, ഇപ്പം കുറച്ച് സമയം ഇരുന്നതേ ഉള്ളെന്ന് ബബിത പറയുന്നുണ്ട്. രോഹിത്തെ നീ കയറിപ്പോടാ എന്നും പറഞ്ഞ് രോഹിത്തിനെ അവിടുന്ന് ഓട്ടിക്കുന്നുണ്ട്. അപ്പം ബബിതയും എണീച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ ബബിതയെ വിളിച്ച് നിർത്തുന്നുണ്ട് വൈജ. ബബിതയൊന്ന് നിന്നെ, എന്താ എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് ശരിയാണ്, നീ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാനെന്താ കാണിച്ചത്, ഞാൻ എന്ത് കാണിച്ചെന്ന് അമ്മ പറയുന്നത്? അല്ല, നീ വളർന്ന ഒരു കൊച്ചല്ലേ, രോഹിതിനോടൊക്കെ ഇത്രയും അങ്ങ് അടുപ്പത്തോടെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത ചോദിക്കുകയാണ്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിൻ്റെ സഹോദരനൊക്കെയാണ്, എന്നാലും പെൺകുട്ടികൾ ഒരു അകലമിട്ട് ആങ്ങളമാരോടൊക്കെ നിൽക്കുന്ന നല്ലതെന്ന് പറയാണ്. അപ്പം ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബബിത ചോദിക്കുകയാണ്, അമ്മ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ രോഹിയായിട്ട് ഒത്തിരി അങ്ങ് അടുക്കണ്ട, കുറച്ച് അകന്ന് നിന്നാൽ മതി, പിള്ളേർക്ക് കുറച്ച് അടക്കം ഒതുക്കമൊക്കെ ആവാമെന്ന് പറയാണ്. അപ്പം ബബിതയ്ക്ക്
ബബിതയ്ക്ക് അങ്ങ് ദേഷ്യമാവുന്നുണ്ട്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. പിന്നെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് ചിന്തിച്ചാലേ കണ്ടെത്താനും പറ്റത്തില്ല. പിന്നെ അമ്മയുടെ സഹോദരങ്ങളുടെ അടുത്ത്, കൊല്ലപ്പള്ളിയിലുള്ള അമ്മയുടെ ആങ്ങളമാരുടെ അടുത്ത് എത്ര അകലം പാലിച്ചെന്ന് ആ അളവ് പോലൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ രോഹിയേട്ടനോടും ആ അളവിൽ അകന്ന് നിൽക്കാം എന്ന് ബബിത പറയണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വൈജയ് വല്ലാതാവുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത്? എന്താ മനസ്സിലായില്ലേ? അമ്മ എന്നെ രോഹിയേട്ടനിൽ നിന്നും അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം എത്ര അകന്ന് നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അമ്മമ്മയുടെ സഹോദരങ്ങളോട് എത്ര അകന്ന് നിന്നെയാണോ എത്ര അടുത്ത് നിന്നെയാണോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. ആ അളവ് പോലും എന്നെ ഒന്ന് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വൈജയ് ദേഷ്യം, പന്നത്തരം പറഞ്ഞാലുണ്ടല്ലേ കന്നം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് കൈ ഊങ്ങിയാണ്. അമ്മയുടെ മനസ്സിലെ ഈ ദുഷിച്ച ചിന്തയും വിചാരവും ഒക്കെ എടുത്ത് മാറ്റിക്കോണം. ഇല്ലെങ്കിലേ ഭയങ്കര നാറ്റം ഉണ്ടാവും, മറ്റുള്ളവർക്ക് ഭയങ്കര നാറ്റം ഉണ്ടാവും. അത് അമ്മ ഓർത്താണ് നല്ലത്. ഇങ്ങനെയൊക്കെ എങ്ങനെ അമ്മയ്ക്ക് വൃത്തികെട്ട രീതി ചിന്തിക്കാൻ കഴിയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഭയങ്കര ദേഷിച്ച് അങ്ങ് പോവുകയാണ്. പക്ഷേ വൈജയ്ക്ക് അത് ഭയങ്കര അടിയാവുന്നുണ്ട്. വൈജയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബബിത അങ്ങനെ പറയുമെന്ന്. അങ്ങനെ ഭയങ്കര ദേഷ്യം അങ്ങ് പോവുകയാണ്. രോഹിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ വൈജയ് അങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. ബബിതയാണെങ്കിൽ മുറിയിൽ പോയിരുന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വൈജയ് പറഞ്ഞത് ഒന്നും ബബിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് രോഹിത്ത് വരികയാണ്. അപ്പം രോഹിത്ത് വരുമ്പം ബബിത വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്താ ബബി നീ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, ഒരു രക്ഷയില്ല രോഹിയേട്ടാ, അമ്മയെ കൊണ്ട് ഒരു രക്ഷയില്ല. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അമ്മയ്ക്ക് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് അമ്മയ്ക്ക് പോലും ഒരു ബോധമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? നീയും വീണ്ടും അമ്മയെ പോലെ ആവുകയാണോ? അമ്മ വായി തോന്നുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ഒരു ബോധവും ഇല്ലാതെ അമ്മ വിളിച്ചു പറയുന്നു. അതിനനുസരിച്ച് നീയും തിരിച്ച് മറുപടി പറയുന്നു. ഒരു സമാധാനമില്ല. നീയും അമ്മയെപ്പോലെ അവൻ തീരുമാനിച്ചേക്കുവാണോ? നീ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് നല്ല വിഷമമായി കാണും എന്ന് ബബിതയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയും ചോദിക്കുന്നുണ്ട്, എന്താ എനിക്ക് വിഷമമായില്ലേ? അമ്മ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് രോഹിയേട്ടൻ കേട്ടായിരുന്നോ? എനിക്ക് വിഷമമാവത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, എന്നാലും നീ എന്തിനാ അമ്മയായിട്ട് വഴക്കിടാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞു കേട്ടില്ലയോ, നമ്മൾ അമ്മ പറയുന്നതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട, അമ്മ പറയുന്നത് കേട്ടതുപോലെ ഭാവം വിചാരിക്കേണ്ട എന്നല്ലേ അച്ഛൻ പറഞ്ഞേക്കുന്നത്. പിന്നെ നീ എന്തിനാ വഴക്കിടാൻ പോകുന്നത്? അമ്മ എങ്ങനെ ആയാലും വഴക്കിടാൻ വേണ്ടി തന്നെ നിൽക്കുകയാണെന്ന് നമുക്കറിയാലോ, പിന്നെ നീ എന്തിനാ വഴക്കിടാൻ പോകുന്നതെന്നൊക്കെ രോഹിത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബബിതയ്ക്ക്. നീ പറഞ്ഞത് അമ്മയ്ക്ക് നല്ലോണം വിഷമമായി കാണും എന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. അപ്പം ബബിതയ്ക്ക് ചെറിയ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നല്ല വിഷമമായി കാണുമോ, പിന്നെ വിഷമമാവാതിരിക്കുമോ എന്നൊക്കെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അലീന വിളിക്കുന്നത് ബബിതയെ. അപ്പം ബബിത എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് മോളെ വിശേഷം? എന്താ നിൻ്റെ സൗണ്ടും വല്ലാതിരിക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അത് ഒന്നുമില്ല ചേച്ചി, ഉണ്ട്, എന്തോ കാര്യമുണ്ട്, നിൻ്റെ സൗണ്ട് വല്ലാതിരിക്കുക, എന്തോ ഒരു വിഷമമുള്ളതുപോലെ, എന്താണെന്ന് വെച്ചാൽ ചേച്ചി എടുത്ത് പറയാൻ പറയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് ഞാൻ കാരണം ഇവിടെ ഒരു വഴക്കുണ്ടായി. അതെന്താ മോളെ, എന്താണെന്ന് ചോദിക്കാൻ. ഞാൻ രോഹിയേട്ടനിൽ നിന്ന് അകലം പാലിക്കണമെന്ന്, ഞാൻ വലിയ കൊച്ചാണെന്ന്, ആങ്ങളെയാണെങ്കിലും നീ അകലം പാലിച്ച് നിൽക്കണമെന്നൊക്കെ അമ്മ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയിൽ ഓരോന്ന് എന്നോട് പറഞ്ഞു. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ചൂടായി. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ സഹോദരങ്ങളുടെ അടുത്ത് ഏത് അളവുകോലിലാണ് അകലം പാലിച്ചത്, ആ അളവുകോലൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു. അങ്ങനെ വഴക്കായി. ഞാൻ എന്തൊക്കെയോ വായി തോന്നുന്ന പറഞ്ഞത്, അതൊക്കെ അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, മോൾ എന്തിനാ മറുപടി പറയാൻ പോയത്? മാഡം അങ്ങനെ പലതും പറയും, അതിന് മാഡത്തിൻ്റെതായ കാരണമുണ്ട്. കാരണം മാഡത്തിനറിയാം നിങ്ങൾ 3 പേരും ഇപ്പം ഒറ്റക്കെട്ടാണെന്ന്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തീ കോരി ഇട്ടാലേ നിങ്ങളുടെ കൂട്ടുകെട്ട് തകർക്കാൻ പറ്റൂ. നിങ്ങളുടെ കൂട്ടുകെട്ട് തകർത്താലേ മാഡത്തിന് അവിടെ യുദ്ധം ചെയ്യാനും ജയിക്കാനും പറ്റത്തുള്ളൂ. നിങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ വിചാരിക്കുന്ന പോലെ ഒരു കാര്യം അവിടെ നടക്കത്തില്ലെന്ന് മാഡത്തിന് നല്ലോണം അറിയാം. അതിന് വേണ്ടിയുള്ള ഒരു തീപ്പൊരിയാണ് നിൻ്റെ മനസ്സിൽ നിന്ന് ഇടാൻ നോക്കിയതെന്ന് അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇനിയും സൂക്ഷിക്കണം. ഇനിയും ഇതുപോലുള്ള പല കാര്യവും മാഡം പറയും, അതിനൊന്നും ചെവി കൊടുക്കുകയേ ചെയ്യില്ല. മാഡം പറയുന്നത് ശ്രദ്ധിക്കാനേ പോവല്, വഴക്കിടാനും പോവല്. മാഡത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക, അതാണ് മാഡത്തിൻ്റെ ഉദ്ദേശം. അതോടെ മാഡത്തിൻ്റെ വിജയം തുടങ്ങും. പക്ഷേ അതിന് നിങ്ങൾ അവസരം കൊടുക്കല്. നിങ്ങൾ 3 പേര് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് അവിടെ ജയിക്കാൻ പറ്റത്തില്ല എന്ന് അലീന ബബിതയെടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിനും പോവല്ലെന്ന് അലീന പറയുന്നുണ്ട്. ബബിത, ഇനി ഞാൻ പോകത്തില്ല ചേച്ചി, ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും അമ്മയോട് വഴക്കുണ്ടാക്കാൻ പോകത്തില്ലെന്ന് അലീനയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്.